ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മുടെ വാഹനത്തിന് പുള്ളിംഗ് ലെസ് എന്ന് പറയുന്നൊരു പ്രശ്നം, അതായത് വലിമടുപ്പ് കാണിക്കുക, ഇതൊരു കോമൺ ആയിട്ടൊരു ഇഷ്യൂ തന്നെയാണ്. കാരണം പലരും ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ്. എൻ്റെ വാഹനത്തിന് നേരത്തെ ഉണ്ടായിരുന്ന അത്രയും വലി ഇപ്പോൾ കിട്ടുന്നില്ല. പക്ഷേ ഞാനൊരു സംശയം ചോദിക്കട്ടെ, ബ്രേക്കിൻ്റെ പ്രശ്നം കൊണ്ട് ഈ വാഹനത്തിന് വലിമടുപ്പ് ഉണ്ടാവും അല്ലെങ്കിൽ ഒരു പുള്ളിംഗ് ലെസ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ടോ? ഒന്ന് ചിന്തിച്ച് നോക്കുക. കാരണം വാഹനത്തിൻ്റെ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രേക്ക് ശരിക്കും പറഞ്ഞാൽ വാഹനത്തിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ട, അല്ലെങ്കിൽ ഒന്ന് സ്പീഡ് കുറയ്ക്കാൻ വേണ്ട, അല്ലെങ്കിൽ ഒന്ന് സ്പീഡ് റെഡ്യൂസ് ചെയ്യാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ വാഹനത്തിൻ്റെ ബ്രേക്ക് എന്ന് പറയുന്നത്. ഈ ബ്രേക്കിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ വാഹനത്തിന് പുള്ളിംഗ് ലെസ് അല്ലെങ്കിൽ വലിമടുപ്പ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടോ? 100% ഉണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ എൻജിൻ അല്ലെങ്കിൽ അതിൻ്റെ റൊട്ടേഷനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന എന്തൊക്കെയാണോ, അതിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന പോലെ വാഹനത്തിന് കൃത്യമായിട്ടുള്ള സ്പാർക്ക് കൊടുത്തില്ല, കൃത്യമായിട്ടുള്ള ഫ്യൂൽ കിട്ടിയില്ല, ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ എൻജിനെ റൊട്ടേഷനിൽ നിന്നും അല്ലെങ്കിൽ അതിൻ്റെ പവർ ഔട്ട്പുട്ടിൽ നിന്നും റെസ്ട്രിക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ വാഹനത്തിൻ്റെ ബ്രേക്കിൻ്റെ കാര്യം. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വാഹനത്തിന് എന്തെങ്കിലും പുള്ളിംഗ് ലെസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ എൻജിൻ ഓയിലിൻ്റെ ആയിരിക്കും, അല്ലെങ്കിൽ എയർ ഫിൽറ്ററിൻ്റെ ആയിരിക്കും, അല്ലെങ്കിൽ പ്ലഗിൻ്റെ ആയിരിക്കും, ഇങ്ങനെയൊക്കെ ഒരു അസംഷനിലോട്ട് എത്തുന്നതിൻ്റെ മുമ്പായിട്ട് നമ്മുടെ വാഹനത്തിൻ്റെ ടയേഴ്സ് എല്ലാം ഫ്രീ ആണോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കൺഫേം ആക്കുക. സിമ്പിളായിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ സാധിക്കും. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വേണ്ടി ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ട് കാണിക്കണമെന്ന് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല. ചെറിയൊരു ഇറക്കം, ചെറിയൊരു കയറ്റം, ഏതെങ്കിലും ഒരു പോർഷനിലൊക്കെ നമ്മുടെ വാഹനം കൊണ്ട് ഇട്ട് കഴിഞ്ഞ് ഒന്ന് ന്യൂട്രലോട്ടാക്കി ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് കഴിയുമ്പോഴത്തേക്കും ഫ്രീ ആയിട്ട്, അതായത് നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട് ഒരു സ്ലോപ്പ്, ആ സ്ലോപ്പിൽ നിന്ന് എത്ര ഫ്രീ ആയിട്ട് നമ്മുടെ വാഹനം ഇറങ്ങി വരും അല്ലെങ്കിൽ കയറിപ്പോവും. ഈ പറഞ്ഞ കാര്യം ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു കാര്യം ഉറപ്പായിട്ടും ശ്രദ്ധിച്ചോണം, പുറകിലോ മുമ്പിലോ വേറെ വാഹനങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻസോ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉത്തരവാദിയല്ല. പക്ഷേ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് വാഹനം സ്റ്റാർട്ടഡ് കണ്ടീഷൻ തന്നെ ആയിരിക്കണം, ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റണം, അതായത് ബ്രേക്ക് ചവിട്ടിയാൽ നിൽക്കുന്ന പൊസിഷനിലായിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ടുകൊണ്ട് വേണം ഈ പറഞ്ഞൊരു എക്സ്പീരിമെൻറ്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പരീക്ഷണം നിങ്ങൾ ചെയ്യാൻ. കാരണം ഒരു കാരണവശാലും വാഹനം സ്റ്റാർട്ട് ചെയ്യാതെ ഈ ഒരു പരീക്ഷണം ചെയ്യരുത്. സ്റ്റാർട്ട് ചെയ്തിട്ടുകൊണ്ട് മാത്രം ഈ പറഞ്ഞൊരു പരീക്ഷണം ചെയ്യാവുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് വ്യക്തമായി ഞാൻ വിശ്വസിക്കുന്ന ഒരു ചെറിയൊരു ഇറക്കം അല്ലെങ്കിൽ ചെറിയൊരു കയറ്റത്തിലൊക്കെ വാഹനം കൊണ്ടിട്ടേച്ചും, ഇറക്കമാണെന്നുണ്ടെങ്കിൽ പുറകോട്ടും, കയറ്റമാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലോട്ടും ഫ്രീ ആയിട്ട് ഈ വാഹനം റോൾ ചെയ്യുന്നുണ്ടോ നിങ്ങളൊന്ന് കൺഫേം ആക്കുക. അതോ പിടിച്ചാണ് റോൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാൻ നിങ്ങളുടെ വാഹനത്തിൻ്റെ ഏതോ ഒരു സൈഡിലെ ബ്രേക്ക് പിടിച്ച് നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ കാലിപ്പറിൻ്റെ പിന്നെ സ്റ്റക്കായിരിക്കാം, അല്ലെങ്കിൽ വീൽ സിലിണ്ടറിൻ്റെ അവിടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിട്ട് വീൽ സിലിണ്ടർ ജാമായിട്ടിരിക്കുന്നതായിരിക്കും, ഓപ്പൺഡ് ജാമായിട്ടിരിക്കുന്നതായിരിക്കും. ഇതിലേത് കാര്യങ്ങൾ വേണമെങ്കിലും വരാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം ഉറപ്പായിട്ടും മനസ്സിലാക്കിയിരിക്കണം. വാഹനത്തിൻ്റെ വലിമടുപ്പ് ഉണ്ടാകുന്നത് ബാക്കിയുള്ള പ്രശ്നങ്ങൾ മാത്രം ഒഴിച്ചല്ല, ഈ പറഞ്ഞ ബ്രേക്കിൻ്റെ ഒരു പ്രോബ്ലം വന്നാലും ഉറപ്പായിട്ടും നമ്മുടെ വാഹനത്തിന് പുള്ളിംഗ് ലെസ് ഉണ്ടാകുന്നതായിരിക്കും.